ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും. ഇന്നൊരു കുക്കിംഗ് വ്ളോഗായിട്ട് വന്നിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നൊരു യാത്ര പോയിൻ്റെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും അവിടുത്തെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അവ എവിടേക്കാണ് പോയത് എന്തൊക്കെയാണെന്നൊക്കെയാണ് പറയാം കേട്ടോ. കുറേ ആയി ഇങ്ങോട്ട് പോകണം വിചാരിക്കണം ഫാമിലേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പെരുന്നാളിനാണ് ഒരു ഒഴിവ് കിട്ടിയത്. അപ്പോൾ ഈ പെരുന്നാളിനാണ് ഞങ്ങൾ ആ ഫാമിലിയായിട്ട് പോയത് കേട്ടോ. അവിടെ കുറേ ചെടികളും ഫ്ലവേഴ്സും പല ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും വെച്ചിട്ട് ഞാൻ അവിടുത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ സെക്കൻഡ് പാർട്ടുണ്ട്, ഇത് ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കി. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ. കൊടുക്കാൻ പറ്റും. പിന്നെ വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല, പിന്നെ അത്ര കെയറിങ്ങുള്ള ചെടിയൊന്നുമല്ല. പിന്നെ നമ്മൾ ഈ ഹാളിലൊക്കെ കോർണറിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ടേബിൾ ടോപ്പ് ആയിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് വലിയ സൈസ് ചെടി ആയതുകൊണ്ട് നമുക്ക് കോർണറിലൊക്കെ വലിയ പോട്ടിലും സെറാമിക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ വെൽവെറ്റ് പാമ്പ് എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ആണ് അത്. പിന്നെ ഇത് ഫാൻ പാമ്പ് എന്ന് പറയും, പിക്കോഡിയ പാമ്പ് എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാ. ഇതൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോഴാണ്. പിന്നെ അരീക്ക പാമ്പ്, പിക്കോഡിയ യെല്ലോ, കെയിൻ പാമ്പ്, അങ്ങനത്തെ വെറൈറ്റീസ്. മിനി കോമ്പാക്ട് ടേബിൾ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അധികം മെയിൻ്റനൻസ് ഒന്നുമില്ല, വെള്ളം അധികം വേണ്ട. പിന്നെ ഇത് മണി പ്ലാന്റ് ഗോൾഡ്, പിന്നെ പിർലാന്തസ് ഹൈബ്രിഡ്, ഇതൊക്കെ പെട്രോമിയിൽ വരുന്നത്. ഒക്കെ ടേബിൾ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ. ഇത് ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം, വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാം. ഇതെന്താ ഇങ്ങനെ പൂവിരിയോ? ഇല്ലല്ലോ, അതങ്ങനെ ഒരു ഇതല്ലേ. Don't think I'll stay. No, I can't.
യൂസ് ചെയ്യാം. പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കെയറിങ് കുറച്ചൊരു ലൈറ്റ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ പോയി പോകും. ഇതിന് വെള്ളം അധികം വേണ്ട, 4 ദിവസം കൂടുമ്പോൾ ഒഴിച്ചാൽ മതി അല്ലേ. പിന്നെ കെയറിങ് ആണോ ചോദിച്ചോ, നമ്മൾ ഇനി ഇരുട്ടുള്ള ഏരിയയിലൊക്കെ വെച്ച് കഴിഞ്ഞാലേ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ലൈറ്റ് കാണിച്ചു. കെയറിങ് എന്തോ ചോദിച്ചാൽ കുറച്ച് കെയറിങ്ങുള്ള ചെടിയാണ്. പിന്നെ മെയിൻ്റെനൻസ് പറഞ്ഞാൽ വെള്ളം അധികം വേണ്ട, 5 ദിവസം കൂടുമ്പോഴൊക്കെ ഒഴിച്ചു കൊടുക്കാൻ മതി. പിന്നെ ഇതിലൊരു മുള്ളുണ്ട്. ഈ ഗ്രീൻ വരുന്ന സമയത്ത് നമ്മളത് പൊട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് മൊത്തം ഗ്രീൻ ആയി പോകും. ഈ സാധനം ഇതാണ്, ഇതില് ഗ്രീൻ ആകുമ്പോ പൊട്ടിച്ചിട്ടാ പിന്നെ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ അടുത്ത ചെടികളൊക്കെ ഗ്രീൻ ആയിരിക്കും കൂടുതൽ വരിക. വേറെ കുറച്ച് വേറെ ഗ്രീൻ ആക്കി ഉണ്ടാക്കാം. ആ ടേബിളിൽ കണ്ടോ ഇതിൽ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ സാധനം ഗ്രീൻ ഇങ്ങനെ പുതിയതുണ്ടാണ്, മൊത്തം ഗ്രീൻ എത്തുന്ന അങ്ങനെ ട്രൈ